ചേട്ടാ, PV അൻവർ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. അത് ഇന്ന് രാവിലെ മുതൽ അതിങ്ങനെ ഓടുന്നുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള EA സുഗു ഒരു മാധ്യമത്തോട് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അല്ല, ഇത്തരത്തിൽ നിലമ്പൂര് PV അൻവർ മത്സരിക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ആ കേൾക്കി നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. മത്സരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി മത്സരിച്ചേക്കുമോ? കാര്യം ഇനി മണിക്കൂറുകളുണ്ട്. ചിലപ്പോൾ ഇനി ഡിസ്കഷൻ മറ്റോ കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സരിച്ചേക്കില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ മത്സരിച്ചേക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ UDF-ൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഒറ്റ പിടിവാശിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ അൻവറിനെ എടുക്കണ്ട. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാട് മുതൽ ചേലക്കര, അങ്ങനെ അതിലെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ സമയകാല പരിസര ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ പറഞ്ഞതൊക്കെ മറ്റാർക്കും ഇല്ലാത്ത വേദന ഇദ്ദേഹത്തിനുണ്ടെന്ന് വരുത്തി തീർക്കാനും കൂടെ ഒക്കെ വേണ്ടിയാണ്. വേദന അദ്ദേഹത്തിനുണ്ടോ? പിന്നെ ഈ പറയുന്ന അൻവറും ഇദ്ദേഹവും തമ്മിൽ ഒരു ഭയങ്കരമായ ഈഗോ ക്ലാഷ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. സുധാകരനും സതീശനും ഉള്ളതിനേക്കാൾ ഈഗോ ക്ലാഷ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും വഞ്ചി അദ്ദേഹത്തിന്റെ കടവത്തേക്ക് തന്നെ സതീശനെ എത്തിക്കാൻ ശ്രമിച്ചു. ഇതില് കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് ഇവര് ഇതിന്റെ പിറകെ നിൽക്കുകയെന്നല്ല, UDF-ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് താങ്ങി നിൽക്കുന്നത് എന്തിനാണ്? അങ്ങോട്ടേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിന്നിട്ടും PV അൻവർ പറയുന്നത് എന്നെ വസ്ത്രാക്ഷേപം നടന്ന് മുഖത്ത് ചവിട്ടി റോഡിലേക്ക് ഇറക്കി വിട്ട പോലെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇത്രയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു ഘട്ടത്തിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അപ്പോൾ അദ്ദേഹത്തിനെ മടുത്തിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റും. അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഈ ഒരു സന്ദർഭത്തിൽ അത് ചെയ്യാൻ പാടില്ല. ഒരു ഈർക്കിൽ പാർട്ടി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കുറ്റിച്ചൂലിൻ്റെ വോട്ട് പോലും വേണം എന്ന ഒരു അങ്ങനെയാണ് പോകുന്നത്. അതാണ് വോട്ടിൻ്റെ വില. ഒരു വോട്ട് ആണെങ്കിലും അര വോട്ടാണെങ്കിലും അത് വോട്ടാണ്. അപ്പോൾ അത് കളഞ്ഞുകൊണ്ട് എത്തരത്തിൽ പെരുമാറുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ടറിയാം. അവരുടെ ഇപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ കോൺഗ്രസിൻ്റെ മുൻകാല, അതായത് കുറച്ചുകൂടെ VD സതീശനെക്കാളും പ്രവർത്തന പാരമ്പര്യമുള്ള, എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ പറയുന്നത് അങ്ങനെ വേണ്ടായിരുന്നു. രമേശ് വരെ പറഞ്ഞു, രമേശ് ചെന്നിത്തല വരെയെന്നില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു VD സതീശനുമായുള്ള പ്രശ്നം ഞങ്ങൾ തീർക്കും, അദ്ദേഹം വേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ്? അതാണ് ഈ ഇലക്ഷൻ ടാക്ടിക്സ്. അങ്ങനെയാണ് ഈ KC വേണുഗോപാൽ അധികം അതിൽ ഇടപെടാതെ പോയി എന്ന് പറയുന്നത്. ഇവിടുത്തെ വിഷയത്തിൽ പിന്നെ അദ്ദേഹം ഒക്കെ ഇടപെട്ട് ഇത് കുറച്ചുകൂടെ വഷളാവണ്ട എന്ന് കരുതിയിട്ടല്ലേ? സതീശനായെന്നെങ്കിൽ ആയട്ടെ. ഇപ്പൊ ഇതിൽ പറയുന്നത് PV അൻവർ അന്തിമ തീരുമാനം എടുക്കട്ടെ മുന്നണി സഹകരണത്തിൽ നിന്നാണ്. PV അൻവർ കഴിഞ്ഞ 5 മാസമായിട്ട് UDF-ന്റെ പിന്നാലെ ആസനം താങ്ങി കിടക്കുകയാണ്. അദ്ദേഹം 5 മാസത്തിന് മുമ്പേ തന്നെ തയ്യാറാണ്. നിങ്ങൾ എടുത്തു എന്നൊരു വാക്ക് പറയൂ, അതിന് തയ്യാറാവും. പിന്നെ ഇവര് ഈ പറയുന്നതിൽ എന്തർത്ഥമുണ്ടെന്നാണ് മനസ്സിലാവാത്തത്. അല്ല, ഇതിനകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ്? തോളിൽ ചവിട്ടി എൻ്റെ മുഖത്ത് വരെ ചവിട്ടി കയറുന്ന രീതിയിലാണ്. ഇതിൽ KC വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. KC വേണുഗോപാലിന് അദ്ദേഹം AICC അംഗമാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കേരളത്തിൽ നിന്ന് പേപ്പർ ചെല്ലുമ്പോൾ അത് ഒപ്പിട്ടിരിക്കുന്ന KC വേണുഗോപാലാണ്. ആ പേപ്പർ അംഗീകരിച്ചിരിക്കുന്നു പറഞ്ഞ് ഒപ്പിട്ടിരിക്കുന്ന KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാൽ ഈ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് തീരുമാനം എടുക്കുമ്പോൾ ചില തടസ്സങ്ങളുണ്ട്. നമ്മൾ ഹൈറാർക്കിയിൽ എന്ത് വന്നാലും ഒരു കമ്പനിയിൽ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏറ്റവും മുകളിലുള്ളവരടുത്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ 2-3 ഘട്ടങ്ങളിലുള്ളവർ അത് സോൾവ് ചെയ്ത ശേഷമേ ഏറ്റവും മുകളിലുള്ള ആളുടെടുത്തേക്ക് എത്തിക്കാവൂ. ആ 2-3 ഘട്ടത്തിലുള്ളവർ തന്നെയാണ് ഇതിനായിട്ട് ഉഴപ്പുന്നത്. അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോകാൻ എന്തൊക്കെ രീതിയിൽ. എന്നിട്ട് ഫോൺ സംഭാഷണം നടന്നു എന്ന് പറയുന്നു. ഇരുവരും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തി എന്ന് പറയുന്നു. ഇത് ഒന്നുകൂടെ നമുക്കിതിൽ പറയാൻ പറ്റും. കാര്യം ഇതിൻ്റെ പരിണിത ഫലം, ഇപ്പോൾ ഷൗക്കത്തിന് വോട്ട് കുറഞ്ഞാലോ, ഇൻ കേസ് ഷൗക്കത്ത് തോറ്റാലോ, ഇതിൻ്റെ എല്ലാം ഉത്തരം സതീശൻ പറയേണ്ടി വരും. ഇവരെല്ലാം കൈവിടും. കൂടെ നിന്ന് ചിലപ്പോൾ സതീശൻ നേരെ തിരിച്ചു പറയില്ലേ? എങ്ങനെ പറയും? PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരം കത്തിച്ചതുകൊണ്ടാണ് അങ്ങനെ എന്തെല്ലാം അങ്ങനെ വെറുതെ കത്തിച്ചെന്ന് പറയും. വെറുതെ കത്തിച്ചു, അതുകൊണ്ടൊന്ന് സതീശന് മറുപടി പറയാൻ കഴിയില്ല. കാരണം അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിൻ്റെ എല്ലാം പുറകിലാണ്. അൻവർ എത്ര പത്രസമ്മേളനം നടത്തി, അൻവർ എന്തെല്ലാം പറഞ്ഞു. ഈ മുഖത്ത് ചവിട്ടിയത് വരെ സതീശനെ ഉദ്ദേശിച്ചല്ലേ. അതിന് പറഞ്ഞുണ്ടാക്കുന്നത് സതീശൻ വിരുദ്ധ ക്യാമ്പ് നിർമ്മിക്കാൻ അൻവർ ശ്രമിച്ചു എന്നാണ്. സതീശൻ വിരുദ്ധ ക്യാമ്പ് ഉണ്ട്, കോൺഗ്രസിലുണ്ട്.
സതീശൻ അത്ര കണ്ട് കുന്തളിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ കുന്തളിപ്പ് കൂടിയതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇദ്ദേഹം. ഇപ്പോൾ ഒരു സീറ്റ് പോയാലും ഇല്ലെങ്കിലും 7 മാസമല്ല 8 മാസമായിരുന്നാലും ഒരു സീറ്റ് എണ്ണം കുറഞ്ഞാൽ കിട്ടുന്നത് UDF-നല്ലേ. അതിനി ആരെ നിങ്ങൾ കൂട്ടിച്ചേർത്താലും വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ പോലല്ലേ. അപ്പോൾ ആ പറയുന്ന പോലെ എത്രയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇലക്ഷന് കിട്ടാനുള്ള വോട്ട് പെട്ടിയിൽ വാങ്ങി വെച്ചിട്ട് ചർച്ച ചെയ്താൽ പോരെ സതീശ എന്നൊരു കോമൺ സെൻസുള്ള ഒരു ചിന്തിക്കില്ലേ? നിങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതിപ്പോ സതീശനെ തള്ളാനും വയ്യ, അൻവറിനെ തള്ളാനും വയ്യ. സത്യത്തിൽ ബാക്കി നേതൃനിരയിലുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ തൃശങ്കൂലായി. സതീശനയാത്തത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. സതീശനായിരുന്നില്ല. KC വേണുഗോപാൽ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടും സതീശനായിരുന്നില്ല എന്നുള്ളതാണ് KC നേരിട്ട് അൻവറുമായി ചർച്ചയ്ക്ക് പോലും പോകാതിരുന്നതിന് പിന്നിലുള്ളത്. അതിന് 1-2 കാരണങ്ങളിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഇദ്ദേഹം K. സുധാകരനുമായി വളരെ അടുപ്പത്തിലാണ്. അപ്പോൾ K. സുധാകരൻ പറഞ്ഞത് അനുസരിച്ചു എന്ന് വന്നാലോ? K. സുധാകരൻ എന്ന് പറയുന്നത് സതീശനുമായി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. സതീശനെ ഏറ്റവും വലിയ രോഗിയാക്കിയത് ഈ VD സതീശനാണ്. അപ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സതീശൻ പറയുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് സുധാകരൻ പറയുന്ന ഒരു ആർഗ്യുമെന്റ്, അൻവറെ കൊണ്ടുവരണമെന്നൊരു ആർഗ്യുമെന്റ് സതീശൻ അംഗീകരിച്ചാൽ അതൊരു കുറവായി പോകത്തില്ലേ? അതാ ഞാൻ പറഞ്ഞ വല്ലാത്ത പക അത് ഈ അവസരത്തിൽ കാണിക്കാൻ പാടില്ലായിരുന്നു. അൻവറിന് തെറ്റൊത്തിരിയുണ്ട്. അതെ, അൻവറിനെ നമ്മൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ വോട്ടാണ് വലുത്. കൂടെ നിർത്തണമായിരുന്നു. കാര്യം നടക്കട്ടെ, ശേഷം സംസാരിക്കാം. പിന്നെ സതീശനെ സംബന്ധിച്ച് ഇത്രയും പ്രവർത്തന പരിചയം ഉണ്ടായിട്ട് സതീശൻ ഇതിൽ നിന്നൊന്നും മാറുന്നില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അപക്വതയാണ്. അതേപോലെ തന്നെ ഇത്രയും വളരെ ചുരുക്കം നാളുകളായിട്ട് കാര്യമായിട്ട് അൻവർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അത്രയും നാളുകളേ ഉള്ളൂ. അൻവർ 2 ടേമിലായിരിക്കും. എത്രയോ വർഷമായി അദ്ദേഹം പലപ്പോഴും നിന്ന് തോറ്റു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. വയനാട് ലോക്സഭ മത്സരിച്ച് തോറ്റു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു 20-25 വർഷത്തിനകത്ത് അദ്ദേഹം ഉണ്ട്. ഈ നിലമ്പൂർ തന്നെ 2 ടൈം വന്നില്ലേ? ഇത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. പറഞ്ഞോളൂ. അല്ല ഏട്ടാ, ഞാൻ പറയുന്നത് വളരെ സജീവമായ രീതിയിൽ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികമായി. അത് ഈ പിണറായി ഭരണത്തിന്റെ 2ാമത്തെ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. അതും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തൊന്നുമല്ല പേര് വരുന്നത്. അനധികൃതമായി അത് ചെയ്തു ഇത് ചെയ്തു. അതെ, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള അപക്വത തന്നെയാണ് അൻവറിന് ഉണ്ടായത് എന്നാണ് ഞാൻ പറയുന്നത്. അൻവറിന്റെ പക്വതയില്ലായ്മ തീർത്തും പക്വതയില്ലായ്മ. രാഷ്ട്രീയ മാന്യതയില്ല, രാഷ്ട്രീയ പക്വതയില്ല. മുതലാളിയാണ്. സതീശൻ മുതലാളിയല്ല, എന്നിട്ടും രാഷ്ട്രീയ പക്വത ഇല്ല. മനസ്സിലാക്കണ്ടേ? പല അവസരങ്ങളിലും പക്വതയില്ലായ്മയല്ല, ശരിയാണ്, പക്വതയില്ലായ്മയുണ്ട്. പിന്നെ കുറച്ച് വേറെ ഈ പറയുന്ന ഈഗോ വളരെയധികം ഉണ്ട്. അത് അദ്ദേഹത്തെ പോലെ മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാൾക്ക് ഭൂഷണമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഒരേ വണ്ടി അല്ല എന്നേ ഉള്ളൂ, ഏതാണ്ട് ഒരേ സ്വഭാവം തന്നെ. അതായത് ചേട്ടാ, PV അൻവർ ഒരു മുതലാളിയായിരിക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു മുതലാളിയുടെ വേഷഭൂഷാദികളും അതായത് ശരീരഭാഷയും കാശിന്റെ എന്ത് കുന്തളിപ്പും ആവാം എന്നുള്ളതായിരുന്നു ഇതുവരെയും അൻവറിനെ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സതീശൻ എന്ന് പറയുന്നത് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിട്ട് ഇതുവരെ എത്തിയ ആളാണ്. ശരിയാണ്. ഈ 2 പേർക്കും ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ സതീശൻ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിരുന്നിട്ട് പോലും ഇപ്പോഴും ഈഗോയും രാഷ്ട്രീയ പക്വതയും ഇല്ലായ്മ അദ്ദേഹത്തെ നയിക്കുന്നുണ്ട്. ശരിയാണ്. രാഷ്ട്രീയ പക്വത മാത്രമല്ല, രാഷ്ട്രീയ മാന്യതയില്ല. ഇല്ല. ഒരു പക്ഷെ വിവേചന ബുദ്ധി ഇല്ലായ്മയുണ്ടാവും. ഈഗോ കയറുമ്പോൾ വിവേചന ബുദ്ധി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ശരിയാണ്. കണ്ണടച്ചു ഇരുട്ടായി പോകും. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അൻവർ സ്ഥാനാർത്ഥിയായാൽ അതിൽ ഏറ്റവും അത് നഷ്ടപ്പെടുന്ന വോട്ടെന്ന് പറയുന്നത് തീർത്തും ഷൗക്കത്തിൻ്റെ വോട്ട് തന്നെയായിരിക്കും. കാരണം അൻവർ 2 ടേം കൊണ്ട് അവിടെ ജയിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളിനെ തോൽപ്പിച്ചാണ് ജയിച്ചത്. അതിന് ആ തോൽവി കോൺഗ്രസ്സുകാരനായ ആ സ്ഥാനാർത്ഥി തോക്കുന്നതിന് കാരണം ഈ അൻവറിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട്, ഇയാൾക്ക് നമ്മുടെ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഷൗക്കത്ത് പാലം വലിച്ചതാണെന്ന് ഗോവിന്ദൻ ഉൾപ്പെടെ പലരും പറയാതെ പറയുന്നുണ്ട്. അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പാലം വലിച്ച ആളാണ് ഈ ഷൗക്കത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഷൗക്കത്തിനെ തോൽപ്പിച്ചതാണ് ആര് ഇദ്ദേഹം അൻവർ. അങ്ങനെ നീണ്ട 10 കൊല്ലം നിലമ്പൂര് ബന്ധമുണ്ട് ആർക്ക്? അൻവറിന്.
അതുകൊണ്ട് ഒരു അങ്ങനെ അൻവറിന് 100 വോട്ട് പോലും കിട്ടൂല എന്നൊന്നും പറയാനൊന്നും നോക്കൂല. അതായത് അദ്ദേഹത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം നമുക്കൊന്ന് നോക്കാം. അതായത് അദ്ദേഹം ഈ പറയുന്നത് പോലെ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടിയാണ് പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രി ആവുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് നിരന്തരമായി കേൾക്കാൻ തുടങ്ങുന്നത്. ചേട്ടൻ പറയുന്നത് പോലെ മറ്റു പല കാരണങ്ങളാണ്. 2016 നിയമസഭ നിലമ്പൂരിലാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച അൻവറിന് 11,504 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അട്ടിമറി വിജയം തോപ്പിച്ചു. അതെ, അതെ, പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന നിലമ്പൂർ പിടിച്ചെടുത്തത് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ നേട്ടമാണ്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന പോലെ ഇപ്പോഴും വലിയ വീമ്പിൽ പോകുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ. അതെ. ഇനി 2019 വരുമ്പോൾ ലോക്സഭ പൊന്നാനിയിലാണ്. അതെ, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും UDF ഇ.ടി. മുഹമ്മദ് ബഷീറിനോട് പരാജയപ്പെട്ടു. പിന്നീട് 2021 നിയമസഭ നിലമ്പൂരിൽ നിന്ന് തന്നെ 2016 വിജയം ആവർത്തിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി VV പ്രകാശിനെതിരെ 2706 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ പ്രകാശിന് ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് തോപ്പിച്ചത്. ആരൊക്കെ പാലം വലിച്ചത്? ഷൗക്കത്ത് പാലം വലിച്ചു. പിന്നീട് വരുന്നത് 2024 ലോക്സഭ പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ നിന്ന് വീണ്ടും LDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ജനവിധി തേടി. പക്ഷെ UDF MP അബ്ദുൾ സമദ് സമദാനിയോട് പരാജയപ്പെടുകയാണ്. സമദാനിയോടെ തോറ്റ, അതായത് ലീഗിന്റെ സമദാനി, അവരുടെ മതപണ്ഡിതൻ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അൻവർ വെറും ഒരു എന്താ പറയുക, ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ കണ്ട മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ എന്താ പറയുക പിച്ചക്കാരനായി വഴിയാധാരമായി. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം മത്സരിക്കുന്നത് പോലും എന്ത് മുദ്രാവാക്യത്തിലാണ്? പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള ടാഗ് ലൈനാണ്. അതിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും. പിണറായിസത്തിനെതിരെ ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ അവരെയാണ് ഈ പ്രതിപക്ഷം കൂടെ നിർത്തേണ്ടത്. പിണറായിസത്തിനെതിരെ ഒരൊറ്റ ടാഗ് ലൈനിൽ പോലും എത്ര വോട്ടുകൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വീഴാമെന്നുള്ളത് തീർച്ചയായിട്ടും